ഫാമിലി വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ലൈഫിലെ കുറച്ച് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ദിവസമാണെന്ന്. കാരണം വേറെ ഒന്നുമല്ല, ഇന്നെനിക്ക് ഓഫാണ്. അപ്പോൾ ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചിക്കനൊക്കെ വാങ്ങാൻ പോയിട്ട് വരാം. ഓക്കെ, ഇപ്പോൾ ട്രെൻഡ്സിൽ വന്നേക്കാം, അതായത് ഇവിടുത്തെ റിലയൻസ് മാർട്ടിൽ വന്നേക്കാണ്. ഡ്രസ്സും കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് ഞാൻ ജിമ്മിൽ ചേരാമെന്ന് വിചാരിച്ചു. കുറച്ച് തടിയൊക്കെ ഒന്ന് കുറയ്ക്കണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം. കളക്ഷൻസും അതുപോലെ തന്നെ നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇട്ടേക്കുന്നൊക്കെ ട്രെൻഡ്സിൽ കേട്ടോ, വലിയ രസം തോന്നല്ല. വേറെ നോക്കാം, ഇഷ്ടംപോലെ കിടപ്പുണ്ട്. ഷർട്ടുകളും കാര്യങ്ങളൊക്കെ നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഇപ്പം ട്രെൻഡ്സിൽ ഞാൻ നാട്ടിൽ ട്രെൻഡ്സിൽ നിന്നും മാക്സിമം ഒക്കെ എടുക്കാറുണ്ടെങ്കിലും അവിടത്തേക്കാളൊക്കെ അത്യാവശ്യം നല്ല ഓഫർ ഇവിടെയും കൊടുത്തേണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വിൻ്റർ സീസൺ നല്ല കാര്യമായ തണുപ്പൊക്കെ ആണെന്ന് തോന്നുന്നു. ഷോർട്സൊക്കെ നല്ല റേറ്റ് കുറവാണ്. കഴിഞ്ഞ ദിവസം എടുത്ത ഷോർട്സും കാര്യങ്ങളൊക്കെയാണ് എടുക്കുക. എന്തായാലും നമുക്ക് നോക്കാം. ഇത് കൊള്ളാല്ലേ, ഇത് എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടേണ്ട്. ഒരു ഓറഞ്ച് അല്ല യെല്ലോ അല്ലാത്തൊരു കളറ്, നമ്മൾ പപ്പായ കളറിലൊക്കെ പറയില്ലേ, ഭയങ്കര ആളുകൾ കണ്ടു കഴിഞ്ഞാൽ ഇനി മറ്റേ BJP ആണെന്നൊക്കെ പറയരുത്, എനിക്ക് പാർട്ടിയൊന്നുമില്ല. ഓക്കെ, അപ്പം എന്തായാലും ഇത് പറഞ്ഞു കൊടുക്കാം. 199 അല്ലേ ഉള്ളൂ. അപ്പം ഞാനങ്ങനെ ട്രെൻഡ്സിൽ നിന്ന് ഇറങ്ങി 3 ഡ്രസ്സ് എടുത്തു. 2 ടീഷർട്ടും ഒരു ചെറിയ ഷോർട്സ് പോലത്തെ ബോക്സറില്ലേ അതെടുത്തു. അവിടുത്തെ മാക്സിലൊക്കെ ഏക കുഴപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കവർ കിട്ടില്ല. ക്യാരി ബാഗിന് നമ്മൾ എക്സ്ട്രാ 15 രൂപ 25 രൂപ എന്തോ കൊടുക്കണം. അപ്പം അത് കാരണം ഞാൻ പറഞ്ഞു ക്യാരി ബാഗ് വേണ്ട, ഞാൻ കൈ പിടിച്ച് കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമുക്ക് ചിക്കൻ മാർക്കറ്റ് വരെ ഒന്ന് പോവാം. മാർക്കറ്റിലേക്ക് പോകുന്ന വഴി ഞാനൊരു ബാഗും വാങ്ങിച്ചു. അതായത് 350 രൂപ പറഞ്ഞെങ്കിലും നമ്മൾ വില പേശി ഒരു 200 രൂപയ്ക്ക് ഒരു സൈഡ് ബാഗ് ഒപ്പിച്ചെടുത്തു. അപ്പോൾ പിന്നെ വാങ്ങിയ ഡ്രസ്സൊക്കെ അതിനകത്ത് ഇട്ടു. കാരണം പുറത്തേക്ക് പോകുമ്പോൾ ഒക്കെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്കൊരു ചെറിയ ബാഗ് വേണമായിരുന്നു. എൻ്റെ അടുത്ത് അങ്ങനത്തെ ഒരു ബാഗ് ഉണ്ടായില്ല. നമുക്ക് ഇങ്ങനെ ഒരു ഡിസ്കൗണ്ടൊക്കെ ചെയ്ത് വിലപേശിയൊക്കെ കിട്ടുമ്പോൾ നമ്മളത് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇന്നത്തെ വീഡിയോയിൽ ക്ലാരിറ്റി കുറവായിരിക്കും, കാരണം ഒന്നാമത്തെ കാര്യം എൻ്റെ ഫോൺ അങ്ങനത്തെയാണ്, പിന്നെ നല്ല വെയിലും ഉണ്ട്. അപ്പോൾ എന്നെ കാണൽ കുറവായിരിക്കും, പറയുന്നതൊക്കെ കേൾക്കുന്നുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഒത്തിരി പേര് എനിക്ക് കമൻറ്റ് ചെയ്തു നല്ല അവതരണമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, ഒത്തിരി നന്ദിയുണ്ട് അതിൽ. അപ്പോൾ ഞാൻ ചിക്കൻ മാർക്കറ്റിലേക്കാണ് ഈ പോകുന്നത്. ഇതിവിടെ ഹൽദി നടക്കുന്ന ഒരു മന്ദിരം കേട്ടോ, അതായത് മുസ്ലിം സമുദായത്തിൽ പെട്ടവരുടെ ഹൽദി നടക്കുന്ന ഒരു സ്ഥലം. ഭയങ്കര ഈച്ചയുടെ ശല്യമാണ് ഇവിടെ, അതുപോലെ നിറയെ പന്നികളും. ഈ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ഭാഗത്തേക്ക് നടക്കില്ല. ചിക്കൻ മാർക്കറ്റിലേക്ക് ഇതിലാണ് പോകുന്നത്. വഴിയിലൊക്കെ നോക്കി കണ്ട് നടന്നില്ലെങ്കിൽ കാലിലൊക്കെ ആകും പലതും. ഉണ്ടോ പന്നികളെ നോക്കി, പട്ടി. ആ പട്ടിക്ക് ഒരു കാല് പകുതി ഉള്ളൂ. നമ്മൾ ചിക്കൻ മാർക്കറ്റിലേക്ക് പോവാം. ചിക്കൻ വാങ്ങാണ്. അത് കിട്ടോ. पूरा छोटा पीस करो, ठीक है? चिल्ली वाले छोटा पीस, कोई प्रॉब्लम नहीं. ज़्यादा आदमी है 1 किलो पर 5 आदमी को खाते के लिए. എന്നാണ് നമ്മുടെ ഇറച്ചി വെട്ടുകാരൻ. നമുക്കിന്ന് ഒരു ചിക്കൻ കറി വെക്കാം. ചെറിയ തെറ്റുകളൊക്കെ ഉണ്ടാവും, കാരണം വേറെ ഒന്നുമല്ല, ഞാനൊരു ജനലിൻ്റെ അടുത്ത് വെച്ചിട്ടാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റേതായ
പാകപ്പിഴകളും വെട്ടം കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, ക്ഷമിക്കുക. സത്യം പറഞ്ഞാൽ വലിയ മെനക്കേടാട്ടോ ഈ വീഡിയോ എടുക്കലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. നിസ്സാര കാര്യമില്ലെന്ന് എനിക്ക് ഓരോ ടൈമിലും മനസ്സിലായിക്കൊണ്ടിരിക്കുക. കാരണം ട്രൈപോഡൊന്നും ഇല്ലാത്തതാണ് ഞാൻ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതായത് ഇപ്പം മല്ലിപ്പൊടി എടുക്കണമെങ്കിൽ, മുളക് പൊടി എടുക്കണമെങ്കിൽ മല്ലിപ്പൊടി എടുക്കുന്നത് ചിക്കൻ പെരട്ടി ഒരു വെറൈറ്റി കറിയാണ്. വെറൈറ്റി കറിയല്ല, കുറച്ച് സിമ്പിൾ കറിയാണ്. കാരണം പണ്ടൊക്കെ ഞങ്ങൾ വീട്ടിൽ ചിക്കൻ വാങ്ങുമ്പോൾ അമ്മ പറയും ചിക്കൻ നന്നായിട്ട് വെന്തില്ലെങ്കിൽ അതിൻ്റെ അണുക്കളൊക്കെ നമ്മുടെ ശരീരത്തിൽ കയറി കുത്തി വയ്ക്കുന്ന ചിക്കനാണ് എപ്പോഴും പറയും. അതുപോലെ തന്നെ ഞാനൊക്കെ പണ്ടൊക്കെ മാത്രമല്ല ഇപ്പോഴും ഭയങ്കര ഇറച്ചിക്കൊതി കാര്യങ്ങളൊക്കെയാണ്. എന്നാൽ പോലും നമ്മുടെ വീട്ടിൽ ചിക്കനൊക്കെ വയ്ക്കുന്ന സമയത്ത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുക്കറിൽ ഇങ്ങനെ വേവിച്ച് കഴിയുമ്പോൾ തന്നെ ഞാൻ പറക്കി തിന്നല്ലോ. അമ്മ പറയും വേണ്ട ചേർക്കാ നിനക്ക് ഭ്രാന്ത് വരും, പച്ചിറച്ചി കഴിഞ്ഞാൽ നീ മനുഷ്യനാണോ വയ്ക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ വെളിച്ചെണ്ണ ഇവിടെ ഇരിപ്പുണ്ട്, ഇഷ്ടംപോലെ വെളിച്ചെണ്ണയൊക്കെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഒക്കെ കൂടി ഇത്തിരി വെളിച്ചെണ്ണയും ഒരു അല്പം നാരങ്ങയൊക്കെ ചേർക്കാനും നല്ലതാണ്. ഇരിപ്പുണ്ട്, ഞാൻ ചേർക്കാൻ എന്തായാലും. ഇവിടുത്തെ ഉപ്പ് കുറച്ചിട്ടാ കേട്ടോ, ഭയങ്കര ഉപ്പാണ്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ എൻ്റേതായ പരീക്ഷണങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കാറുണ്ട്. ചെട്ടിനാട് ചിക്കൻ അങ്ങനെയൊക്കെ പണ്ടിങ്ങനെ യൂട്യൂബൊക്കെ നോക്കി നമ്മൾ ഓരോ വീഡിയോസ് കണ്ടിട്ടേ ഒക്കെ ചെയ്യാറുണ്ട്. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ നേരത്തെ ചിക്കനൊക്കെ വാങ്ങുമ്പോൾ അച്ഛനാണ് കൂടുതലും ഉണ്ടാക്കാറ്. കാരണം അച്ഛൻ പറയും അച്ഛൻ വെറൈറ്റി രീതിക്ക് ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് അച്ഛൻ ചിലപ്പോൾ എന്നാ ചിക്കൻ വറുക്കാനൊക്കെ എടുത്ത് വയ്ക്കും. വറുത്തൊക്കെ അങ്ങോട്ട് വരുമ്പോൾ ചിക്കൻ്റെ ഇടപാടും തീരും, എല്ലാ സംഭവവും തീരും. അത് ഒരു വീട്ടിലെ മിക്ക വീടുള്ള അച്ഛന്മാരുടെ ഒരു കലാവിരുദ്ധം അങ്ങനെയായിരിക്കും. ലാസ്റ്റ് അമ്മയ്ക്ക് ഇരട്ടി പണിയാവും. പിന്നെ അമ്മ ആദ്യം മുതൽ ചിക്കൻ ഇങ്ങനെയൊക്കെ കാണിച്ച് കറി വയ്ക്കും. അപ്പോൾ എന്തായാലും ഇപ്പം സാധാരണ ഞാൻ ഇന്നും എടുക്കുന്ന വീഡിയോ അന്ന് വൈകുന്നേരത്തെയും അപ്ലോഡ് ചെയ്യാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ ഓഫായിട്ടും എനിക്ക് നേരമില്ല, കാരണം ടൈം കിട്ടണം. ഞാൻ സവാളയും ഉരുളക്കിഴങ്ങൊക്കെ അരിഞ്ഞ് അതൊക്കെ ഇട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ വീഡിയോ എടുക്കാനൊന്നും ആരുമില്ലാത്ത കാരണം ഞാനെല്ലാം ഒന്നിച്ചിട്ടൊക്കെ ചെയ്യുകയാണ്. അപ്പം എൻ്റെ ചെറിയ പാകപ്പിഴകൾ നിങ്ങളൊന്ന് ക്ഷമിക്കാം, ഓക്കെ. അപ്പം ഞാനെല്ലാം കുക്കറിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കുക്കർ നമുക്ക് അടയ്ക്കാം. അപ്പോൾ ഇതേ ഞാൻ കുക്കർ അടപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഒരു 2 വിസിൽ വരെ ഇരുന്ന് വേവട്ടെ. സിമ്പിളായിട്ടുള്ള ചിക്കൻ കറി കേട്ടോ. ആരും ഇത് നോക്കിയിട്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ഞാൻ എൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇപ്പം സമയം ഏകദേശം 3-3:30 ആയി. ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലെ കുറച്ച് വൈകി എണീറ്റെ. അപ്പോൾ എന്തായാലും കറിയൊക്കെ ഉണ്ടാക്കി ചോറ് നമുക്ക് കഴിക്കാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നാളെ, ഇന്നിപ്പോൾ എത്രാം തീയതി, 6-ാം തീയതി 7-ാം തീയതി എന്തോ ആണ്. അപ്പം അതിൻ്റെ പിറ്റേ ദിവസമാണ് വീഡിയോ വരുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് പറയുന്നതാണ്, കിരൺസ് ഫാമിലി വേൾഡ് എന്താ പറയുക, ഈ ലോകം മുഴുക്കൻ എൻ്റെ കുടുംബമാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പേരും കൂടി ഇട്ടത്. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് എന്നെ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നല്ല കമൻസ് ഞാൻ കണ്ടു. ഞാൻ രാവിലെ മാർക്കറ്റിൽ പോയ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, ഒത്തിരി നല്ല കമൻസ് ഞാൻ കണ്ടിരുന്നു. ഒത്തിരി സന്തോഷം. കാരണം നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അതിൽ ഒത്തിരി സന്തോഷമുണ്ട്. അവതരണമൊക്കെ നന്നാവുണ്ടെന്ന് പറഞ്ഞു, അതിലും ഒത്തിരി സന്തോഷം. അതുപോലെ തന്നെ കൃഷ്ണമോളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് നമ്മളെ, അതിലും ഒരുപാട് എന്താ പറയുക, ഞാൻ കഴിഞ്ഞ ദിവസം കൂടി അവരുടെ കാര്യം ചിന്തിച്ചുള്ളൂ. കാരണം സിന്ധുമ്മ അമ്മൊക്കെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത സമയത്ത് കൃഷ്ണമോളുണ്ടല്ലോ, കൃഷ്ണമോളെ ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിച്ച്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർത്തുള്ളൂ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ കമൻറ്റ് എടുത്തു, ഇപ്പോൾ കൃഷ്ണമോളുടെ ചാനലിലെ കമൻറ്റ് കണ്ടു, അതിൽ ഒത്തിരി സന്തോഷം. എന്തായാലും എന്നെ മുൻപരിചയം ഇല്ലാഞ്ഞിട്ട് കൂടി എൻ്റെ വീഡിയോസിനൊന്നും കമൻറ്റ് ഇടുന്ന ആളുകളുണ്ടല്ലോ, എന്താ പറയുക,
അപ്പം നമ്മൾ പറയുന്നതിലും ഒത്തിരി കാര്യങ്ങളുണ്ടെന്ന് അവർക്കും തോന്നിയിട്ടാണല്ലോ നമ്മളെ ഇത്ര എൻകറേജ് ചെയ്യുന്നത്. എന്തായാലും മുന്നോട്ടും ഇതുപോലെ തന്നെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അടുത്ത് നമുക്ക് ചിക്കൻ ഇരുന്ന് വേവട്ടെ. വെന്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇത്തിരി മല്ലിപ്പൊടി മുളക് പൊടി കൂടി ഒന്ന് ചീഞ്ചട്ടിയിൽ ചൂടാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇത്തിരി കസ്തൂരി മേത്തിയും അതുപോലെ തന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ഇട്ട് ശേഷം ഈ ചിക്കൻ നേരെ അതിനകത്ത് തട്ടും. ചിക്കൻ കറി റെഡി. അപ്പോൾ കുക്കർ വിസിലടിക്കാറായിട്ടുണ്ട്. എന്താവും നമുക്ക് നോക്കാം. ഒരു വിസിൽ കഴിഞ്ഞു, ഒരു വിസിലും കൂടി അടിക്കട്ടെ. പോരട്ടെ, ചീറി വരുന്നുണ്ട്. എന്തായാലും കുക്കറും കൂടി വിസിലടിച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം. സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ട് ചിക്കൻ വെന്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് കൂടി കിടക്കുന്നതാണ് ഒരു വിസിലും കൂടി നല്ലതാണ്. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, തക്കാളി ഇത്രയും ചേർത്ത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുകയാണ്. ഇതപ്പോൾ നമ്മൾ മല്ലിപ്പൊടി ചിക്കൻ മസാല ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ഇടും കേട്ടോ. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ തക്കാളിയും ഇഞ്ചിയും ഒക്കെ കൂടിയിട്ട് ഒന്ന് വഴറ്റും. എന്ത് ചെയ്യാനാണ്, ഇപ്പം ഇത് എടുത്തരാൻ ആളില്ലാത്ത കാരണമാണ് നമ്മൾ ഇങ്ങനെയൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. കാരണം എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ ഒരു ചിക്കൻ കറി ആയി. ഞങ്ങളുടെ അടുക്കളയൊന്നും കണ്ട് നിങ്ങൾ ഞെട്ടണ്ട, കാരണം എല്ലാം തവിട് പൊടിയിട്ടാണ് കിടക്കുന്നത്. അത് ഇതൊന്ന് വഴണ്ട് വരട്ടെ. ഇനി അല്പം മുളക് പൊടി ചേർക്കാണ്, കുറച്ച് ചേർത്തായി. കാരണം മുളകൊക്കെ അത്യാവശ്യം നമ്മൾ ഇട്ടേക്കുന്ന കാരണം നല്ല എരിവുണ്ടാവും. ഇതും കൂടി ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. പിന്നെ ഈ ചിക്കൻ കറി ആരും അധികം അനുകരിക്കണ്ട, കാരണം ഒത്തിരി മിസ്റ്റേക്കൊക്കെ ഉണ്ട്. ഒരു ദിവസം ആരെങ്കിലൊക്കെ ഉള്ളൂ. ഇപ്പം നമുക്ക് വൈകുന്നേരം നമ്മൾ കറി വയ്ക്കുമ്പോൾ ഞാൻ നല്ല രീതിക്ക് ഒരു വീഡിയോ ഇടാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക, കാരണം അത് വീഡിയോ എടുക്കാനൊന്നും ആരുമില്ല. പിന്നെ ഈ ട്രൈപോഡ് ഞാൻ ഒരെണ്ണം വാങ്ങുന്നുണ്ട്. അപ്പം അന്നേരത്തേക്ക് നമുക്ക് സെറ്റപ്പ് വീഡിയോസൊക്കെ ഇറക്കാം. ഇച്ചിരി കുറച്ച് വയ്ക്കാം. അമ്മമാരൊക്കെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്നെ ചീത്ത പറയും. അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായി വരട്ടെ. ഞാൻ നേരത്തെ അരച്ച് വെച്ചിരുന്ന പേസ്റ്റ് ഇതിനകത്ത് ചേർത്തു. ഇതും ഇതിൻ്റെ കൂടെ കിടന്നായി കഴിയുമ്പോൾ ഇപ്പം തന്നെ പച്ചമണം മാറും. കാരണം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായ കാരണം കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഒഴിച്ചാൽ ഇതിനകത്ത് നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, എങ്കിലും നമുക്കൊരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. എനിക്ക് കറികളിലൊക്കെ ഇച്ചിരി ഉപ്പ് വേണം. എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല. എനിക്ക് ഇച്ചിരി പ്രഷർ കുറവായതുകൊണ്ട് ഇത്തിരി ഉപ്പ് ഇടാം, കുഴപ്പമില്ല. എനിക്ക് പ്രഷർ കാര്യങ്ങളൊക്കെ കുറയൽ ഇത്തിരി ഉള്ളതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ എന്ന് വെച്ചാൽ തട്ടിക്കൂട്ട് വീഡിയോ എന്ന് വെച്ചാൽ അടിപൊളി തട്ടിക്കൂട്ട് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കയറി എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ വയ്ക്കുന്ന രീതി ചിക്കൻ കറിയൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇടാം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ഇനി ഒരു ദിവസം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീഡിയോ ഇടാം. അപ്പോൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇഷ്ടംപോലെ ആളുണ്ടാവും. അപ്പോൾ അവരെ കൊണ്ട് വീഡിയോ ഒക്കെ ഇടിപ്പിച്ച് ഞാൻ കറക്റ്റായിട്ട് റെസിപ്പി കാര്യങ്ങളൊക്കെ ഇടാം. ശരിക്കും പറഞ്ഞാൽ ചിക്കൻ കറിയൊക്കെ വയ്ക്കുമ്പോൾ നാടാണ് മിസ് ചെയ്യുന്നത്. കാരണം വീട്ടിൽ അമ്മ വയ്ക്കുന്ന ചിക്കൻ കറി തേങ്ങയൊക്കെ വറുത്തിട്ട് കുരുമുളകൊക്കെ ഇട്ട് നമ്മൾ തേങ്ങ ഒതുക്കി കറിയൊക്കെ വയ്ക്കും. അടിപൊളി, ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ എൻ്റെ അമ്മയുടെ വീട് കാലടി അടുത്ത് ഒക്കലാണ്. അപ്പം ഒക്കലൊക്കെ ചെല്ലുമ്പോൾ ചിറ്റന്മാരൊക്കെ ഉണ്ടാക്കി തരുന്ന കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. പിടി കോഴിക്കറിയൊക്കെ ഉണ്ടാക്കും, ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ പോർക്കിറച്ചി ആയിക്കോട്ടെ. ഞാൻ മെയിനായിട്ട് അമ്മയുടെ വീട്ടിൽ ചെല്ലുന്നതൊക്കെയെന്ന് വെച്ചാൽ പോർക്കിറച്ചി കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചേച്ചിയുടെ വീട്ടിൽ ചെല്ലുമ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ചേച്ചിയുടെ അച്ഛനും അമ്മയൊക്കെ എന്നെ കാണുമ്പോഴത്തേക്കും ചേച്ചിയുടെ അച്ഛനൊക്കെ പോയി പോർക്കിറച്ചിയും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരും. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് പറയാം. നമ്മുടെ അവിടെ കിട്ടത്തൊന്നുമില്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം. അപ്പോൾ കിരൺസ് ഫാമിലി വേൾഡിൻ്റെ ഒരു ചെറിയ തട്ടിക്കൂട്ട് വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഗുഡ് ബൈ.